മുടി വളരാനായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെയാണ്. ഇത് ഏത് ഹെയർ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ്. മുടി സ്മൂത്തായിട്ട് കിടക്കാനും സോഫ്റ്റായിട്ട് കിടക്കാനും മുടി കാണാൻ തന്നെ ഒരു നല്ലൊരു ലുക്ക് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമുക്കിവിടെ വേണ്ടത് അലോവേരയാണ്. അലോവേര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മുടി വളർച്ച കൂട്ടാനും നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാനും അലോവേര യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ സ്കാൽപ്പിൽ, അതായത് അലോവേര നമ്മുടെ സ്കാൽപ്പിലെ മരിച്ചുപോയ സെൽസ് അഥവാ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ തലയോട്ടിയും അതേപോലെ തന്നെ നമ്മുടെ മുടിയും ഒക്കെ നല്ല മോയ്സ്ചറൈസ് ആയി ഇരുന്നാൽ തന്നെ നമുക്ക് നല്ലൊരു മുടി വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുക. അതായത് നമ്മുടെ മുടി നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആണ്, മുടിയുടെ തുമ്പത്തൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ട്, നമ്മുടെ സ്കാൽപ്പ് വന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആണ്, വരണ്ടതാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെയർ ഫോൾ ഉണ്ടാവും, മുടി വളർച്ച ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയെ നന്നായിട്ട് സോഫ്റ്റാക്കി നിലനിർത്താനും ഒക്കെ കഴിയുന്ന സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ അലോവേര. അതുമാത്രമല്ലാതെ നമ്മുടെ ഈ നെറ്റി കയറുന്ന പ്രശ്നം മിക്ക ആൾക്കാർക്കും സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഈ നെറ്റി കയറുന്നത് വരെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേര. ഈ നെറ്റി കയറുന്ന ഭാഗത്തൊക്കെ ഇത് നന്നായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ നെറ്റി കയറുന്നവർക്കൊക്കെ അതൊക്കെ ഇല്ലാതാക്കി നന്നായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു വലിയ അലോവേരയാണ് വേണ്ടത്. അലോവേര ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അലോവേരയുടെ ജെല്ല് മാത്രം ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോവേര ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെ അലോവേരയുടെ ജെല്ല് മാത്രമായിട്ട് എടുക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന പോലെ അലോവേരയുടെ ജെല്ലായിട്ട് എടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജെല്ല് എടുക്കാനായിട്ട് സാധിക്കും. സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ചെയ്താൽ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട്. അലോവേരയുടെ ജെല്ല് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നല്ല ആ ഒരു ലിക്വിഡ് ഫോമിലാക്കി നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ഒഴിക്കരുത്, ഇതേ ഒരു രീതിക്ക് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അലോവേര ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, കണ്ടില്ലേ, നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഒരിക്കലും വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയുടെ വൈറ്റാണ്. അതായത് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുട്ട എന്ന് പറയുമ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ മുട്ട. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ്, നമ്മുടെ മുടിയിലെ തുമ്പത്തുണ്ടാകുന്ന സ്പ്ലിറ്റൻസും നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ്സും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. നമ്മുടെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ അലോവേരയും നമ്മുടെ ഈ മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും മുടിയുടെ തുമ്പത്തൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടി വളർച്ച ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് നമ്മുടെ മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് ഷാംപൂ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് മുടിയിൽ നല്ല രീതിക്ക് എണ്ണ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഈ ഒരു സമയം നല്ല ചൂടും അതേപോലെ തന്നെ നമ്മുടെ മുടിയും നമ്മുടെ സ്കിന്നും ഒക്കെ ഡ്രൈ ആവുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ നമ്മുടെ മുടിയെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു സമയത്തും ഹെയർ ഫോൾ ഇല്ലാതെ മുടിയെ കൺട്രോൾ ചെയ്യാനും മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു
ഹെയർ പാക്കാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അതേപോലെ വേർതിരിച്ച് ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മുടി നന്നായിട്ട് കേളി ആയിട്ടുള്ളവർക്കൊക്കെ സ്ട്രൈറ്റ് ലുക്ക് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ രീതിക്ക് എല്ലായിടത്തും ഇങ്ങനെ സെക്ഷൻ തിരിച്ച് അപ്ലൈ ചെയ്യുക. ഒരാൾ അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. തനിയെ ചെയ്യണതിനേക്കാളും നമുക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ എല്ലാ ഭാഗത്തും തന്നെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് ഷാംപൂ വാഷ് കഴിയാം.